ഹായ്, നാളെ നമ്മുടെ പെസഹയാണല്ലോ. അപ്പോൾ പെസഹ അപ്പമൊക്കെ ഉണ്ടാക്കണ്ടേ? അതിന് നമ്മൾ മാൾട്ടയിലെ ഒരു മലയാളി കടയിലേക്ക് പോവാണേ. നമുക്ക് അവിടെ വെച്ച് കാണാം. ഇതാണ് കട. സ്പൈസ് വാലി എന്നാണ് പേര്. നമ്മുടെ നാട്ടിലെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും. കണ്ടില്ലേ, ഇതാണ് തേങ്ങ. നാട്ടിലെ തേങ്ങ ചെറുകി വരുന്ന ഫ്രോസനായിട്ട് നല്ലതാണ്, ഒറിജിനലാണ്, നമുക്കൊരു മായമില്ല. അതേ നമ്മുടെ നാട്ടിൽ അതേ തേങ്ങ തന്നെ. പിന്നെ ഇതാണ് തേങ്ങാക്കൊത്ത്. നമ്മുടെ നാട്ടിൽ തേങ്ങാക്കൊത്ത് എങ്ങനെയാണ് അത് തന്നെ. ഇതാണ് വാഴയില. മാട്ടയിലുള്ള ഒരു മലയാളി കടയാണ്. നമ്മുടെ പയ്യനാണ്, തൃശ്ശൂരാണ്. തൃശ്ശൂരുള്ള പയ്യനാണ്, നല്ല കുട്ടിയാണ്. ഇവിടെ അവൻ പറയുന്നത് വാഴല, നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കാനായിട്ട് വാഴല മസ്റ്റാണല്ലോ. അപ്പോൾ അത് ഫ്രോസനാണ്. ഇത് പച്ചരിയാണ്. നമുക്ക് 1 കിലോനോ 2 കിലോനോ ലൂസായിട്ടോ ഒക്കെ ലഭ്യമാണ് കേട്ടോ. ലൂസായിട്ടും കിട്ടും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിനൊരു പ്രശ്നമില്ല. നല്ല എന്താ പറയുക, നല്ല സെലക്ഷൻ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് ഗോതമ്പ് പൊടി ലൂസായിട്ട് എടുക്കാം, പാക്കറ്റായിട്ട് എടുക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ. ഇതൊന്ന് അന്ന് ഞങ്ങൾ കൊണ്ടുപോയി ഒറിജിനൽ പൊടിച്ച് വെക്കണതാണ്. ഇത് ചെറുള്ളിയാണ്, നല്ല വിലയാണ്. എങ്കിലും നമുക്ക് ആവശ്യത്തിനൊക്കെ വേണമല്ലോ കാച്ചാനും. പിന്നെ നാളെ അപ്പത്തിനൊക്കെ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാനും ഒക്കെ ചെറുള്ളി ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ ചെറുള്ളി എടുക്കാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ഫ്രൂട്ട്സുകളും, നമ്മുടെ നാട്ടിലെ പഴങ്ങൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. എന്താ പറയുക, നമുക്ക് എന്തൊക്കെ നമ്മുടെ നാട്ടിൽ പോലും കിട്ടില്ല, അതുപോലെ നമ്മുടെ കേരളത്തിലെ ഐറ്റംസും ഒക്കെ നമുക്കിവിടെ ഇഷ്ടം പോലെ സുലഭമാണ്. നമുക്ക് എന്തെടുക്കണം എന്നറിയില്ല, അതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് ചക്കപ്പഴം, നമ്മുടെ നാട്ടിലെ തേൻവരിക്ക പഴം. അതുപോലെ എന്താ പറയുക, എല്ലാ ഐറ്റംസും. റവ എന്ന് പറഞ്ഞാൽ നമ്മുടെ റവ ഉണ്ടല്ലോ ഉപ്മാവ് ഉണ്ടാക്കണത്, അത്. ഇത് തേങ്ങാപ്പാൽ, നമുക്ക് നാളെ പാല് കുറുക്കണമല്ലോ, അപ്പോൾ അതിന് തേങ്ങാപ്പാൽ. ഇത് പഞ്ചസാരയാണ്, അപ്പോൾ ഇത് പഞ്ചസാര. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാട്ടെ. പെട്ടെന്ന് നമുക്ക് എന്താ കൺഫ്യൂഷനാവും, എവിടെയാണ് പേരൊക്കെ നമുക്ക് വ്യത്യാസം തോന്നൂലോ. അത്രേ ഉള്ളൂ. നമുക്ക് എന്ത് വേണമെങ്കിലും. പിന്നെ വിലയൊക്കെ ഉണ്ട്, അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ആവശ്യത്തിന് വേണമല്ലോ നമ്മുടെ കട തന്നെ. ഇത് കണ്ടോ, ഇതെനിക്ക് വളരെ കൗതുകമായി തോന്നി. നമ്മുടെ നാട്ടിൽ കറി വെച്ച് കിട്ടുമല്ലോ, അത് അങ്ങനെ എന്താ വേണ്ടേ, കപ്പളങ്ങ തോരൻ, ഇടിയപ്പം, മുരിങ്ങക്കായ, എന്താ വേണ്ടേ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ എല്ലാ ഐറ്റംസ് വെജിറ്റബിൾസ് ഇത് നമുക്ക് കറിയായിട്ട് കിട്ടും. അത് നമുക്ക് വീട്ടിൽ ചെന്ന് റെഡി ടു കുക്ക്, അതായത് ഒന്നും ജസ്റ്റ് ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ മതി. എല്ലാ ഐറ്റംസ്. ഇപ്പോൾ പലഹാരമാണെങ്കിൽ പഴംപൊരി, സുഖിയൻ, പരിപ്പട, ബോണ്ട, എന്നിട്ട് വെളിച്ചെണ്ണപ്പം എന്ന് വേണ്ട, ഉഴുന്നുവട, സമൂസ, എല്ലാ പലഹാരങ്ങളും നമുക്ക് കിട്ടും. അതൊക്കെ ആവശ്യമായ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. അത് ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതേടെ ഐറ്റം മറന്നുപോയി. ഇത് കണ്ടോ, ഇതാണ് വേപ്പില. നമ്മുടെ നാട്ടിൽ 500 രൂപയാണ്. എന്താ അല്ലേ? ഇത് കണ്ടോ, മദ്യം, എല്ലാ ഐറ്റംസും എല്ലാ മോഡലും ഉണ്ട്. നമ്മൾ ഏത് ഷോപ്പിൽ ചെന്നാലും ഇത് അവൈലബിളാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നാളെ നല്ലോണം പെസഹ ആചരിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നാളെ കാണാം കേട്ടോ. ഓക്കെ, ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഓക്കേ.